നമസ്കാരം. ഇന്നലെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ്, തുടർന്നുള്ള പത്രസമ്മേളനങ്ങളും ബഡ്ജറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിലെ സമസ്ത മേഖലകളെയും തൊട്ടുണർത്തുന്ന രീതിയിലുള്ള പുതിയ തലമുറയ്ക്ക് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു ബഡ്ജറ്റായിട്ടാണ് ഈ ബഡ്ജറ്റിനെ കാണുന്നത്. യുവാക്കളെയും അതുപോലെ തന്നെ വാർദ്ധക്യത്തിലുള്ളവരെയും വികസനത്തെയും എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതുപോലെ തന്നെ സമുദ്രോൽപ്പന്ന മേഖലകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തികമായ വരുമാനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവൃത്തിയും ദീർഘവീക്ഷണമുള്ള അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മാത്രം അവതരിപ്പിക്കുന്ന ഈ ബഡ്ജറ്റ് വളരെ അഭിനന്ദനാർഹമാണെന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊന്ന് വി.ഡി. സതീശൻ്റെ പത്രസമ്മേളനങ്ങളാണ്. വളരെ രസകരമായ പത്രസമ്മേളനമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതിനകത്തേക്ക് 2-3 പത്രപ്രതിനിധികൾ മാത്രമാണ് കുനിട്ട് ചോദ്യങ്ങൾ ചോദിക്കുവാനും പത്രസമ്മേളനത്തിൻ്റെ അന്തസ്സത്ത കളയുവാനുമൊക്കെ ആയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ചില വ്യക്തികളെ കാണാം. പക്ഷേ അവരെയൊക്കെ കൃത്യമായി മറുപടി കൊടുത്തുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി മനസ്സിലാകുന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളത് വളരെ ആനന്ദപ്രദമാണ്, സന്തോഷപ്രദമാണ് എന്നാണ് പറയാം. ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്താണ് പത്രസമ്മേളനം കണ്ടിരിക്കാൻ തന്നെ ഒരു ഹരമായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇത്തരം കഴിവുകളെ പ്രത്യേകമായി അഭിനന്ദിക്കണം. തീർച്ചയായും പത്രസമ്മേളനങ്ങൾ ദിവസവും മന്ത്രിസഭാ യോഗം കഴിഞ്ഞാൽ ഉടനെ പത്രസമ്മേളനം നടത്തുന്നു. പ്രധാന തീരുമാനങ്ങൾ ഉടനെ മാധ്യമങ്ങളെ സുഹൃത്തുക്കളെ വിളിച്ച് അറിയിക്കുന്നു. എല്ലാം തന്നെ നല്ല രീതിയിൽ കേരളത്തിൻ്റെ വികസനത്തിന് ഉതകുന്ന രീതിയിലുള്ള മാധ്യമ സംസ്കാരം മാധ്യമ പ്രവർത്തകർ ഏറ്റെടുത്ത് പ്രവർത്തിച്ചാൽ തീർച്ചയായും പോരായ്മകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പുതിയ സർക്കാരിന് എല്ലാവിധ പിന്തുണയും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.